ഒരാഴ്ച നമ്മൾ ഇജാക്കുലേറ്റ് ചെയ്യാതെ നിന്നാൽ നമ്മളെ സ്പെർമിന്റെ ക്വാളിറ്റി കൂടുന്നുള്ളത് അത് ശരിയാണോ? അത് വെറും ഒരു മിത്ത് മാത്രമാണ്. കാരണം ഇജാക്കുലേഷൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 തൊട്ട് 3 ദിവസം ഇജാക്കുലേറ്റ് ചെയ്യാതെ ഇജാക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ കൺസീവിങ് ആവാനുള്ള ചാൻസ് കൂടുതൽ. പക്ഷേ ഈ ഒരാഴ്ചയൊക്കെ ഇജാക്കുലേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ വോളിയം ചിലപ്പോൾ കൂടിയെന്ന് കാണാം, പക്ഷെ അതിൻ്റെ സ്പെർമിൻ്റെ ക്വാളിറ്റി ഒരിക്കലും കൂടില്ല, അത് കുറയുള്ളൂ. കാരണം ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയും. ഡെഡ് സ്പെർംസ് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് പിന്നീട് ഓക്സിഡേറ്റീവ് ആ ഒരു പ്രോസസ്സ് അവിടെ ഉണ്ടായിട്ട് അത് ഒന്നുകൂടെ ക്വാളിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുക. അത് നമ്മുടെ ഒരു മിഥ്യാധാരണ മാത്രമാണ്. 1 വീക്കൊക്കെ കോൺടാക്റ്റിലാവാതെ ഇജാക്കുലേറ്റ് ചെയ്യാതെ കോൺടാക്റ്റ് ആയി കഴിഞ്ഞാൽ ക്വാളിറ്റി അങ്ങ് കൂടുന്നു, വോളിയം കൂടും, പക്ഷെ ക്വാളിറ്റി കൂടില്ല. ഇപ്പോൾ ഡോക്ടറെ, സ്പെർമിന്റെ ക്വാളിറ്റി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്പെർമിന്റെ മോട്ടിലിറ്റി എന്ന് പറയുന്നത്. സ്പെർമിന്റെ മോട്ടിലിറ്റി കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഒമേഗ-3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അവക്കാഡോ, അതേപോലെ തന്നെ ചെറു മത്സ്യങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇലക്കറികളും വളരെ എഫക്റ്റീവാണ്. ഫോളേറ്റ് കണ്ടന്റ് അധികം അടങ്ങിയിട്ടുള്ളതാണ് ഈ ഇലക്കറികളിൽ. അപ്പോൾ ഫോളേറ്റ് കണ്ടന്റ് അധികമുള്ളത് എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ആൽമണ്ട്സ്, ബദാം വളരെ എഫക്റ്റീവാണ്. നട്ട്സ്, സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും വളരെ എഫക്റ്റീവ് ആയിരിക്കും. നമ്മുടെ ഈ ഒരു സ്പെർമിൻ്റെ മോട്ടിലിറ്റി കൂട്ടാനായിട്ട് സഹായകരമാവുന്ന ഒന്നാണ്. അതേപോലെ മാക്സിമം ഹീറ്റ്, ചൂട് അധികം ഒരു എക്സ്പോഷർ ആവുന്നതിൽ നിന്നും കുറച്ച് മാറി നിൽക്കുന്നതാണ് നല്ലത്. അത് സ്പെർമിൻ്റെ മോട്ടിലിറ്റിനെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഡോക്ടർ, ഇപ്പോൾ ചൂടിൻ്റെ വിഷയം പറഞ്ഞ സമയത്താണ് നമ്മൾ ഈ ഡ്രൈവേഴ്സ് അതുപോലെ ലോക്കോ പൈലറ്റുകളൊക്കെ ഒരുപാട് നേരം ഇരുന്നും അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഹോട്ടലിലുള്ള ഷെഫുമാർ ഇവരൊക്കെ ഒരുപാട് സമയം ഹീറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പം ഇവർക്ക് വന്ധ്യത ഉണ്ടാകാൻ കാരണം ഈ ഹീറ്റ് തന്നെയാണോ? അതെ, ഇവർക്ക് വന്ധ്യത ഉണ്ടാവാനുള്ള മേജർ റീസൺ ഹീറ്റ് തന്നെയാണ്. നമ്മുടെ ബോഡിയിൽ ആ ഒരു സ്പെർമിൻ്റെ ഉൽപ്പാദനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ താപനില 37 ഡിഗ്രിനേക്കാളും ഒരു 2-3 ഡിഗ്രി താഴ്ന്നിട്ട് വേണം ഇരിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് മെയിൽസിൽ ആ ഒരു ടെസ്റ്റിസ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ബോഡി പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇവർ കൂടുതൽ ഹീറ്റായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ചൂട് തരുന്ന ടൈപ്പിലുള്ള വർക്ക്, അവരുടെ ജോബ് അങ്ങനെ ആവുന്ന ടൈം ബോഡി ഹീറ്റ് അമിതമായിട്ട് കൂടും. അത് ടെസ്റ്റിസിൻ്റെ ആ ഭാഗത്തുള്ള ഹീറ്റും ഭയങ്കരമായിട്ട് കൂടും. ഇത് സ്പെർമിൻ്റെ പ്രൊഡക്ഷനെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യും. മോട്ടിലിറ്റി കുറയും, കൗണ്ട് കുറയും. അപ്പോൾ അധികം ചൂടുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവർ അതിൻ്റെതായ ഒരു റെസ്റ്റ് പീരീഡും കൂടെ കണക്കാക്കണം. ഇപ്പോൾ എത്ര മണിക്കൂറാണ് അവർ വർക്ക് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ കൂടുതലായിട്ട് ബോഡി ഹീറ്റ് കുറയ്ക്കത്തക്ക രീതിയിൽ അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സിറ്റ്സ് ബാത്തിനുള്ള കോൾഡ് സിറ്റ്സ് ബാത്ത് അത് റെഗുലറായിട്ട് അവർക്ക് മോർണിംഗും ഈവനിങ്ങും അത് അങ്ങനെ ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ അധികം ബോഡി കൂളാക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൂടുതലും എടുക്കാനും അതേപോലെ ഹൈഡ്രേറ്റ്, അത്യാവശ്യം വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓക്കെ. ഇപ്പം ഡോക്ടർ, നമ്മളിപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ സ്ത്രീകളതും പുരുഷന്മാരതൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ചു, പ്രശ്നങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മളെ ഇൻഫെർട്ടിലിറ്റിക്ക് ഏറ്റവും കാരണമാകുന്ന ഏറ്റവും മോശമായിട്ടുള്ള 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെയിൽസും ഫീമെയിൽസും 2 പേർക്കും മോശമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തേത് ഉറക്കം പ്രോപ്പർ അല്ലാത്ത അവസ്ഥ. പ്രോപ്പറായിട്ട് ഒരു 6-8 മണിക്കൂർ രാത്രി ടൈമിൽ ഉറങ്ങാത്ത ഒരു സിറ്റുവേഷൻ. പിന്നെ തീരെ വർക്കൗട്ട് ഇല്ലാത്തത്. കാരണം വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല, ഒരു അനക്കുമില്ല, സെഡൻഡറി ആയിട്ട് ഫുൾ ടൈം ഇരിക്കുന്ന ഒരു ജോബാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ പെൽവിക് ഓർഗൻസിലോട്ട്, നമ്മുടെ സെക്ഷുവൽ ഓർഗൻസിലോട്ട് രക്തയോട്ടം കുറയും. ഇത് തീർച്ചയായിട്ടും ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമാവും. പിന്നെ അമിതമായിട്ടുള്ള ഒരു ഫാസ്റ്റ് ഫുഡും അത് കൂടുതലായിട്ട് എടുക്കുന്നത്, ഒബിസിറ്റി എന്ന് പറഞ്ഞ അമിതവണ്ണം കൺട്രോളിലല്ലാതെ വരുന്നതും ഇൻഫെർട്ടിലിറ്റിക്ക് മെയിൻ റീസൺ ആണ്. അത് മെയിലിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മളെ വയറ് ചാടിയിട്ടുണ്ടെങ്കിൽ അത് ഇൻഫെർട്ടിലിറ്റി കാരണമാകുമോ? വയറ് ചാടിയ ഒരു 80% ആളുകൾക്ക് ഇൻഫെർട്ടിലിറ്റി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിന് റീസൺ മെയിൻ എന്താ വെച്ചാൽ ഈ ഫാറ്റ് അക്യുമുലേഷൻ നമ്മുടെ സെക്സ് ഹോർമോൺസിനെ കൺവേർട്ട് ചെയ്യും. മെയിൽസിലാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവൽ കുറയ്ക്കാൻ അത് മെയിൻ റീസൺ ആണ്. സ്ത്രീകളിലാണ് എന്നുണ്ടെങ്കിലും അവരുടെയും ഈ ഒരു സെക്സ് ഹോർമോൺസിന്റെ ഇംബാലൻസ് വരും. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പ്രോപ്പർ അല്ലാത്ത അവസ്ഥ, ഈ ഫാറ്റ് സെൽസ് കൂടുതൽ അക്യുമുലേറ്റ് ആവുന്നത് കൊണ്ട് അതിന്റെ ഹോർമോൺസിൽ ഇംബാലൻസ് വരും. അത് ഇൻഫെർട്ടിലിറ്റിക്ക് മെയിൻ റീസൺ ആണ്. ഹോർമോൺ ഇംബാലൻസ് ആണ് ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു പ്രധാന കാരണമായിട്ട് വരുന്നത്, സ്ത്രീകളിലാണെങ്കിലും അത് പുരുഷന്മാരിലാണെങ്കിലും. ഓക്കെ. ഇപ്പം അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൊരു വിഷയമാണ്, പല ആളുകൾക്കും
എപ്പോഴാണ് പ്രോപ്പറായിട്ട് ബന്ധപ്പെടേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. എപ്പം ബന്ധപ്പെട്ടാൽ പിന്നെ കുട്ടികൾ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാകും. പിന്നെ ചില ആളുകൾക്ക് എന്താ പറയുക, ഇതെങ്ങനെ ബന്ധപ്പെടണമെന്നോ ഒന്നും അറിയാത്തൊരു സിറ്റുവേഷനിൽ കുട്ടികളില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ ഡോക്ടർ? അങ്ങനെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതെ, ഇതിൽ മെയിനായിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഇന്ന ടൈം പീരീഡ് പറഞ്ഞ് കറക്റ്റ് ഒരു ബെല്ലടിച്ച പോലെ അങ്ങനെ ചെയ്യാന്ന് പറയുന്നത് അത് സ്ട്രെസ്സാണ്. മെയിൽസിനാണെങ്കിലും ഫീമെയിൽസിനാണെങ്കിലും സ്ട്രെസ്സാണ്. അപ്പോൾ യൂഷ്വലി നമ്മളിപ്പോൾ നോർമൽ 28 ദിവസം സൈക്കിളിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 11ാമത്തെ ദിവസം മുതൽ അടുത്ത ഒരു 5 to 6 ഡേയ്സ്, ഒരാഴ്ച ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് തന്നെ കോൺടാക്റ്റിലാവാനായിട്ട് പറയാറുണ്ട്. അതിലും കൂടുതൽ നല്ലത് ഏർലി മോർണിംഗ് കോൺടാക്റ്റിലാവുന്നതാണ്. കാരണം ഏർലി മോർണിംഗിൻ്റെ ടൈമിൽ ബോഡി ടെമ്പറേച്ചർ ഭയങ്കര ലോ ആയിരിക്കും, മെയിലിലാണെങ്കിലും ഫീമെയിലിലാണെങ്കിലും. ഇത് കൺസീവിങ്ങിൻ്റെ പ്രോബബിലിറ്റി കുറച്ചുകൂടെ കൂട്ടും. ഹോർമോൺസ് ഒക്കെ തന്നെ ഒരു ബാലൻസ്ഡ് ആയി വരുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് ഏർലി മോർണിംഗ് കോൺടാക്ട് വളരെ നല്ലതാണ്. ആൻഡ് ഈ ഓവുലേഷൻ പീരീഡ് കറക്റ്റ് ഓവുലേഷൻ കിറ്റ് നോക്കി എല്ലാ ടൈമും ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് ഓവുലേഷൻ്റെ ഒരു സിംറ്റംസ് വെച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ പീരിയഡ്സിൻ്റെ ഒരു 11th ഡേ മുതൽ അടുത്ത 1 വീക്കിന് ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് ബന്ധപ്പെടാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മളെ ഓവുലേഷൻ കിറ്റുകൾ കാര്യങ്ങൾ, ശരിക്കും ഓവുലേഷൻ കിറ്റുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഓവുലേഷൻ കിറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ കറക്റ്റ് സിംറ്റംസ് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മുടെ ശരീരത്തിൽ ഓവം റിലീസ് ആകുമ്പോൾ LH എന്ന് പറഞ്ഞ ഹോർമോൺ കുറച്ച് ഹൈ ലെവലിൽ തന്നെ അത് ചുരക്കും. അപ്പോൾ ഇതാണ് യൂറിൻ വഴി നമ്മൾ എങ്ങനെയാണോ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് അതേപോലെയാണ് ഈ കിറ്റ്. യൂറിനിൽ ഈ LHൻ്റെ ഹോർമോണിൻ്റെ ലെവൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അത് 2 വരെയായിട്ട് കാണിക്കും. അപ്പോൾ അന്ന് ഓവുലേഷൻ നടന്നു എന്നതിൻ്റെ അടയാളമാണ്. സോ ആ ടൈമിൽ കോൺടാക്റ്റിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൺസീവ് ആവും. അപ്പോൾ ഓവുലേഷൻ കിറ്റ് ഹെൽപ്ഫുൾ ആണ്. പക്ഷേ ഇത് നമ്മൾ ഡെയിലി 11th ഡേ എല്ലാവർക്കും ഈ 14ാമത്തെ ദിവസം തന്നെ എല്ലായ്പ്പോഴും ഓവുലേഷൻ നടക്കണമെന്നില്ല. ചിലപ്പോൾ 12 ആവാം, ചിലപ്പോൾ 15 ആവാം. അപ്പോൾ ഓവുലേഷൻ കിറ്റിൻ്റെ ഇപ്പോൾ റേറ്റും കാര്യങ്ങളും അതും വെച്ച് നോക്കുമ്പോൾ എല്ലാ ദിവസവും കുറേ കിറ്റ് ഇങ്ങനെ വാങ്ങിച്ച് പ്രാക്ടിക്കലി എല്ലാവർക്കും പോസിബിൾ അല്ല. നമ്മുടെ ശരീരം കാണിക്കുന്ന ചില സിംറ്റംസ് നോക്കി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിലൊന്ന് ഞാൻ പറഞ്ഞത് ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ താപനില സ്ത്രീകൾക്ക് ഒരു പരിധിയിൽ കവിഞ്ഞ് കൂടാം. പിന്നെ വജൈനൽ ഡിസ്ചാർജ് എല്ലാ ലേഡീസിനും ഉണ്ടാവും, നോർമലാണ്. പക്ഷേ ഈ ഒരു ഓവുലേഷൻ്റെ ടൈമിൽ മുട്ടയുടെ വെള്ള പോലെ അങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ട് ക്ലിയർ ആയിട്ട് മുട്ടയുടെ വെള്ള പോലെ വരുന്നതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ചിലർക്ക് ഇന്ന സൈഡിൽ നിന്ന് പെയിന്, കാരണം ഓരോ മാസവും മാറിയിട്ടാണ് ഓവത്തുനിന്ന് റിലീസ് ചെയ്യുന്നത്, ഓവറിൽ നിന്ന് നമ്മൾ ഓവം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് ഒരു സൈഡ് മാത്രം, വലത്തെ സൈഡോ അല്ലെങ്കിൽ ഇടത്തെ സൈഡ് ചെറിയ തോതിൽ പെയിൻ, ഇങ്ങനെ ഈ ഒരു 3 സൈൻസ് വെച്ചിട്ട് നമുക്ക് ഓവുലേഷൻ നടന്നു എന്ന് പറഞ്ഞ് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. അത് ഏതായാലും നല്ലൊരു കാര്യമാണ്. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് ആളുകൾക്ക് അവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് പലപ്പോഴും ആളുകൾക്ക് അറിയില്ല. ഇതിനെക്കുറിച്ച് ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട്. എങ്ങനെ പ്രോപ്പറായിട്ട് സെക്സ് ചെയ്യണം, അല്ലെങ്കിൽ എപ്പോഴാണ് കറക്റ്റ് സെക്സ് ചെയ്യേണ്ടത്. ചില ആളോട് പറയുമ്പോൾ ഞാൻ സെക്സ് ചെയ്തിട്ടുണ്ട്, ഞാൻ 10 വർഷമായിട്ട് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരായിട്ട് സെക്സ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, പ്രഗ്നൻ്റ് ആവുന്നില്ല. പക്ഷെ അവർ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ സേഫ് പീരീഡുകളായിരിക്കാം, പീരീഡ്സിൻ്റെ ദിവസങ്ങളിലൊക്കെ അടുത്ത ദിവസങ്ങളായിട്ടായിരിക്കാം. അപ്പം അങ്ങനത്തെ കേസുകൾ പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ ഇഷ്യൂസ് പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം ഏതെങ്കിലും വൈറ്റമിൻസിൻ്റെ കുറവൊക്കെ നമ്മൾ ഈ പ്രഗ്നൻസി പോസിറ്റീവ് ആവുന്നതിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിൽ സ്ത്രീകളിൽ ആദ്യം വരുന്നത് വൈറ്റമിൻ D ആണ്. സ്ത്രീകളിലെ എക്വാലിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഹോർമോണാണ് ആൻറ്റി മുല്ലോണിയൻ ഹോർമോൺ എന്ന് പറയുന്ന AMH. അത് നമുക്ക് ഏത് ടൈം വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. പീരിയഡ്സിന് ഇന്ന ഡേറ്റ് എന്ന് വേണമെന്നില്ല. അപ്പോൾ പലരും IVF ട്രൈ ചെയ്യുന്നവർക്കൊക്കെ ഈ AMH വാല്യൂ എന്നുള്ളത് വളരെ സുലഭമായിട്ടുള്ളവർക്ക് ഇക്വാലിറ്റി എത്രയുണ്ടെന്ന് കണ്ട് അറിയാനുള്ളതാണ്. PCOD ഉള്ളവർക്ക് ഇത് കുറച്ച് ഹൈ ലെവലിലും കാണിക്കും. അപ്പോൾ ഈ AMH ലെവൽ, എഗ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വൈറ്റമിൻ D വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വൈറ്റമിൻ D കുറവാണെന്നുണ്ടെങ്കിൽ എഗ് ക്വാളിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ അത് സപ്ലിമെൻ്റ് എടുക്കേണ്ടത് ആവശ്യമാണ്. അതേപോലെ ലേഡീസിൽ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞ വൈറ്റമിൻ B9 സപ്ലിമെൻറ്റ് ഓവുലേഷനെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ കൺസീവ് ആയിക്കഴിഞ്ഞാലും അത് ഫസ്റ്റ് 3 മന്തിൽ ബേബിയുടെ ഹെൽത്തിനൊക്കെ അതിൻ്റെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ, ബ്രെയിൻ പ്രോപ്പർലി ഡെവലപ്പ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ. അപ്പോൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ വൈറ്റമിൻ D ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് അതും എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ വൈറ്റമിൻ B9. മെയിൽസിലും ഇതേപോലെ വൈറ്റമിൻ D ലെവൽ കുറവാണ് എന്നുണ്ടെങ്കിൽ അവരുടെ സെക്ഷുവൽ ഡ്രൈവ് കുറയും, ആ ഒരു ഇൻട്രസ്റ്റ് ഇതൊക്കെ തന്നെ കുറഞ്ഞു കാണപ്പെടാറുണ്ട്, അമിതമായിട്ടുള്ള ക്ഷീണം ഇതൊക്കെ. അപ്പോൾ വൈറ്റമിൻ D അവർക്കും നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ D കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? വൈറ്റമിൻ D കുറഞ്ഞതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് എപ്പോൾ ഉറക്കം വരാതിരിക്കുന്ന അവസ്ഥ ചിലർക്ക് ഉണ്ടാവും. പലർക്കും പല രീതിയായിട്ടാണ് ഈ ഒരു വൈറ്റമിൻ ഡിയുടെ ലക്ഷണങ്ങൾ കണ്ടുവരും. പിന്നെ അമിതമായിട്ട് ക്ഷീണം ഉണ്ടാവുക, എത്ര ഉറങ്ങിയാലും ഉറങ്ങിയില്ല, മതിയാവുന്നില്ല എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവും.
പിന്നെ ഭയങ്കര ബോഡി പെയിൻ ഉണ്ടാവും, ചിലർക്ക് ഭയങ്കര തലകറക്കം, ഒരു മൈൻഡ് ഒരു ഫ്രഷ് അല്ല എന്നുള്ള രീതിക്ക് മനസ്സിനൊരു ഭയങ്കര വിഭ്രാന്തി ഉള്ള പോലെ, ചിലർക്ക് ആങ്സൈറ്റി. ഇതും വൈറ്റമിൻ ഡിയുടെ തന്നെ ലക്ഷണമാണ് മെയിനായിട്ട്.